തരുന്നു ഗൈസ്. കണ്ട 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 അവൾ ആരാടി നീ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്കൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. നമ്മൾ ഐഷാനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഐഷ ഛർദ്ദിച്ച് വാരി തൂരി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കൂട്ടാൻ പോവാണ് ഗൈസ്. അപ്പം അതെ ഞാനുണ്ട്, ഉമ്മച്ചി അവിടെ, ഉമ്മച്ചിയുണ്ട്, സൈന അവിടെ അവർ കട്ടിലാക്കി ഗൈസ്, ബെഡ് പുതപ്പൊക്കെ ആക്കി. പിന്നെ വാപ്പിച്ചിയുണ്ട്, ഞാനാണ് ഗൈസ് പാസഞ്ചർ പ്രിൻസസ്. ആലവലാതി വന്നാൽ നമുക്ക് മാറിക്കൊടുക്കണം. പക്ഷെ അതുവരെ ഞാനിവിടെ സന്തുഷ്ട കേരളമായിട്ടിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് ഫുഡ് അടിയുടെ പരിപാടി ഉണ്ട്. മേടിച്ചരോന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഫുഡൊക്കെ മേടിക്കും. കാണിച്ചിരാം ഗൈസ്. നിങ്ങൾ എന്നോട് ലിപ്സ്റ്റിക്ക് ചോദിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഓൾറെഡി അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നില്ല, മറ്റേ പരുൾ ഗാർഗിൻ്റെ പ്രിംറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഗൈസ്. അതാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കണത്. കിടുക്കൻ സാധനമാണ്, നല്ല ലൈറ്റ് വെയ്റ്റും ആണ്, അതുപോലെ തന്നെ മാറ്റ് ആട്ടോ ഗൈസ്. പക്ഷെ മാറ്റായിട്ട് ഇങ്ങനെ ഡ്രൈയിങ്ങോ അങ്ങനെ ഒന്നുമില്ല, കിടുക്കൻ ഐറ്റാണ്. ഇതാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നതും. ഇതും പിന്നെ എൻവൈബയുടെ ബാഡ് ആസ്ബെറി അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതൊരു മെറൂണിഷ് ഇതാണ്, അതും ഒരു ബെറി ഷെയ്ഡാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി? അപ്പോൾ ഇതെവിടെ എത്തി? പള്ളുരുത്തിയിലെത്തി ഗൈസ്. നമ്മൾ കൊച്ചെത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, കാരണം ഇങ്ങനെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഇത് മാറും ഗൈസ്. ഞാൻ കണ്ടോ നമ്മുടെ ആലപ്പുഴയിലുള്ള ബിൽഡിങ്സ് പോലെയല്ല. അയ്യോ ഇങ്ങനെയാണ് മൂഡ്. ഞാൻ ഇനി കാണിച്ചാൽ ഇപ്പോൾ ചേച്ചിയമ്മനെ വിളിച്ചിട്ട് ചേച്ചിയമ്മ റൂമിൽ വന്ന് ഇരിപ്പുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അവളെ. നമ്മളിത് ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാജാവിനോട് ഇറങ്ങി പറയാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പം എത്തും. ഇവിടെ എവിടെയൊക്കെ ആയിട്ടാണെന്ന് എനിക്കറിയാം. സ്ഥലം എനിക്കറിയില്ല ഗൈസ്, കാരണം ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി ഇങ്ങനെ വീട് മാറി കളിക്കും. അതുകൊണ്ട് എത്തും, ഞാൻ കാണിച്ചു തരാം. അമ്മച്ചി ഒരു വലിയ കെട്ടും ബാണ്ടോ ആയിട്ടായിരിക്കും വരുന്നത്. കാണിച്ചു തരാം ഗൈസ്. പാപ്പാക്ക് കുറച്ച് വഴികൾ കൂടുതലായിട്ട് അറിയുന്നത് കൊണ്ട് രാജാവ് നമ്മുടെ വഴി തെറ്റിച്ച് ഫെറിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 2 വാക്ക് പറയൂ ഇതിനെ കുറിച്ച്, എന്താണ് പറയാനുള്ളത്? അതെ, പക്ഷെ ഇവിടെ വഴി തെറ്റിച്ചു. ഐഷ വേണമെങ്കിൽ ചിലപ്പോ ഇപ്പോ അവിടെ ബാഗും തൂക്കി പിടിച്ച് നിൽക്കണ്ടാകും. പക്ഷെ സാരമില്ലേ, കുറച്ച് കഷ്ടപ്പെടട്ടെ. കുറച്ച് കഷ്ടപ്പെട്ടാലേ വില മനസ്സിലാകത്തുള്ളൂ. ഗൈസ് വരുന്നുണ്ട്. ഇതേ ഇവിടെ എവിടെയോ ബാക്കിൽ ഇപ്പോൾ സാധനങ്ങൾ വെച്ചോണ്ടിരിക്കുക. കണ്ട ഗൈസ്, കണ്ണാടി മാത്രം കാണാൻ പറ്റുന്നുള്ളൂ. ചേച്ചിയമ്മേനെ ഇപ്പം ഞാൻ കാണിച്ചാൽ ഇപ്പം ഈ വഴി വരുമോ? ഒക്കെ ഫ്രണ്ടിലിരിക്കണമെന്ന് അവൾ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അനങ്ങാതിരിക്കാം. ദേ കണ്ട അവൾ ആരാടി നീ? ഓക്കെ അതെ. എവിടെ ക്ഷീണം ഉണ്ടോ നോക്കി, തിരിഞ്ഞു നോക്കിയേ. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. ഒരു വൃത്തികെട്ട മണവും വരുന്നുണ്ട്. കുളി നനയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. തുണി നനക്കിയിട്ടില്ല, കുളിച്ചിട്ടുമില്ല, നനച്ചിട്ടുമില്ല. സൈന എന്താ ഈ കൊച്ചിങ്ങനെ? എന്തുകൊണ്ടാണ് സൈന അവളിങ്ങനെ? അതെ, അപ്പുറത്തിരിക്കുന്ന കാരണം ഞങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മളിപ്പോ ഇതേ ഹാപ്പി റോൾസിൽ നിർത്തിയിട്ട് തവ കഴിച്ചു ഗൈസ്. തവ ചിക്കൻ റോൾ നൈസായിരുന്നു, കിട്ടുക്കൻ ടേസ്റ്റ് ആയിരുന്നു. ഷവർമ്മ അവിടെ തീർന്നു കേട്ടോ. ഒരു ഹിഡൻ സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാല്. പശു ചോദിക്കണോ ചോദിക്കാം, എന്നിട്ട് എങ്ങനെ ചോദിക്കണത്? ഓക്കെ, സോ അതിന്റെ ഷോർട്ട് എടുക്കാൻ വേണ്ടി ഷോർട്ട് മാത്രം എടുത്തോളൂ ഗൈസ്. ഞാൻ വ്ളോഗ് എടുത്തില്ല. സോ അത് നിങ്ങൾ ഷോർട്ടിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. അവിടെ എഗ് തവാറോളുണ്ട്, നല്ല ചീസൊക്കെ ഇട്ടിട്ട് നല്ല കുടുക്കനായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെയും നിങ്ങൾക്കുള്ള വ്ളോഗ് എടുക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. ആ മുട്ടയുടേത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ചിക്കനൊക്കെ ടേസ്റ്റ് മുട്ടയായിരുന്നു ഗൈസ്. ഒരു രക്ഷയിലായിരുന്നു. എല്ലാം കഴിച്ച് കഴിഞ്ഞതേ ഇവിടെ സൈനബ് ജീവിതം അടുത്ത് കിടക്കുകയാണ്. സൈനബിന് ആദ്യത്തെ കഴിച്ചപ്പോൾ എന്നെ വയറ് പറഞ്ഞു. എനിക്ക് 2 കഴിച്ചിട്ട് എനിക്ക് പിന്നെ കൊതിയാ വരും. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എഗ്ഗും ചിക്കനും ചീസും കൂടെ ആടി നല്ല ക്രീമി ആയിട്ടിരിക്കും. സൂപ്പർ സാധനമായിരുന്നു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഇത്ര ആവേശം വേറെ ആർക്കും എനിക്ക് മാത്രം ആവേശമുള്ളൂ ഗൈസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തളർന്നു. ഇനി ഇവരൊക്കെ നല്ലൊരു സുഖനിദ്രയിലോട്ടേക്ക് വാപ്പൊഴികെ എല്ലാവരും ചായുകയാണ്. ഞാൻ മാത്രമായിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ഗൈസ്. ഞാൻ തിരക്ക് പിടിച്ച് വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ ചെരുപ്പ് മാറിപ്പോയി ഗൈസ്. ഒരു ചെരുപ്പ് എൻ്റെതും ഒരു ചെരുപ്പ് വേറെ ആരോ ചെരുപ്പിട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ഉമ്മച്ചി ഉമ്മാടെ ചെരുപ്പിട്ടിട്ടാന്ന് തോന്നുന്നു ഞാൻ ഇറങ്ങി വന്നത്.
നിന്റെ ചെരുപ്പാണോ? ഓ ഗൈസ്, സൈനബിന്റെ ചെരുപ്പാണ് ഗൈസ്. ഇട്ടിട്ടാണ് ഞാൻ ഉറങ്ങിട്ടാണ് ഇറങ്ങിയത്. പിടിക്കോ? എന്തൊരു സാധനം, വേസ്റ്റ് ഒക്കെ എന്റെ കൈ തരുന്നു ഗൈസ്. ഐഷയ്ക്ക് കുശുമ്പ ഗൈസ്. ഐഷയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത ഐഷയ്ക്ക് കുശുമ്പ. ഐഷ മൂക്കുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, 2 മൂക്കുത്തി. കാണിച്ചുതരാം ഗൈസ്, ഞാൻ കാണിച്ചുതരാം. ദേ ഇത് കണ്ടോ, ഇതാണ് ഐഷ കൊണ്ടുവന്ന വേറൊരു റിങ്. കണ്ടോ? പക്ഷേ ദിസ് ഇസ് വെരി സ്മോൾ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഇത് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ആ പിയേഴ്സിങ് ഞാൻ ഇട്ട് പോലും നോക്കണ്ട. പിന്നെ ഇതേ ഗൈസ് സ്പൈറൽ പോലത്തെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ടു വെയർ ദിസ്. പക്ഷേ ഞാൻ ആ ചെറുതിട്ടിട്ടുണ്ടല്ലോ, എൻ്റെ ഈ തോള ഇപ്പം എനിക്ക് വേദനിക്കുമോ ഗൈസ്. അതുകൊണ്ട് ഈ സ്പൈറൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വരും വീഡിയോസിൽ നിങ്ങൾ ഇത് കാണുന്നതായിരിക്കും. പിന്നെ ഇന്നിനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ഐ വിൽ ബി സ്ലീപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.